ഞാനിന്ന് ഒരു സാധനം ഉണ്ടാക്കി. പത്തിരിയാണ്. പത്തിരി പിന്നെ ഒരു കുഞ്ഞു കൊലയുണ്ടായിരുന്നു പഴുത്തത്. അപ്പോൾ അതിനകത്തുനിന്ന് കുറേ പഴം എടുത്ത് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും. ഗോതമ്പ് പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്, അരിപ്പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞാൻ രണ്ടും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. രണ്ടും കൂടി ഇട്ട് ഈ പാകത്തിനാക്കി. വെല്ലവും ഒരു ഇച്ചിരി ജീരകവും. നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഇത്രയും പാകം മതി കേട്ടോ, അധികം വെള്ളമൊന്നും വേണ്ട. പിന്നെ എന്നാ പറയാനാ, അത്രേ ഉള്ളൂ. പിന്നെ ഗോതമ്പ് പൊടിയും പഴവും കൂട്ടിച്ചുടാം, അരിപ്പൊടിയും പഴവും കൂട്ടിച്ചുടാം. അനി അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂട്ടി, ഞാൻ ആ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂട്ടിയിട്ടാണ് ചുട്ടത്. ഇച്ചിരി വെല്ലം, ഒരു 2-3 കഷ്ണം വെല്ലം എടുത്ത്, പിന്നെ ഒരു ഇച്ചിരി നുള്ളു ജീരകവും. ഇത് ചെറിയ നേരിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി തീ വെച്ചാലും കരിഞ്ഞു പോവും. ഇത് അടച്ചു വെക്കണം. ഒരു ഇച്ചിരി നേരം നേരിയ തീയിൽ അടച്ചു വെക്കണം കുറച്ച് സമയം. എന്നിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം. നല്ല കട്ടിയുണ്ട് കേട്ടോ. അത് കട്ടിയുണ്ട് നല്ല. ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് ഈ വർഷം ഞങ്ങൾക്ക് പിന്നെ എല്ലാ വർഷവും സ്ഥലം ഇല്ലെങ്കിലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് പഴം കിട്ടാറുള്ളതാണ്, കൊല കിട്ടാറുള്ളതാണ്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. അന്ന് 2-3 ചെറിയ കുഞ്ഞു കൊലയാണ് കിട്ടിയത്. വാഴയെല്ലാം നശിച്ചു പോയി. ഉണ്ടായിരുന്ന വാഴയെല്ലാം നശിച്ചു പോയി. ആകെ ഇച്ചിരി ഇട്ടാവട്ട സ്ഥലമേ ഉള്ളൂ, അതിനകത്ത് എല്ലാ കോപ്പും ഉണ്ട്. ഞാൻ ഒരു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് പണിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇണക്കം കിട്ടുന്നില്ല. ഇതിങ്ങനെ അടച്ചു വെക്കണേ, നേരിയ തീയിൽ. ഗ്യാസ് കുറച്ചിട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോൾ